നമ്മുടെ കയാക്കിയുടെ ഒക്കെയാണ് ഇവിടെ മെഹന് കയറിയിരുന്നു. സദേൺ ഏരിയയിലാണ് കയാക്കിങ് ഏറ്റവും കൂടുതലുള്ളത്. പാലോലത്തിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബീച്ചിൽ കയാക്ക് ചെയ്യാം. ബോഡരാമയിൽ വന്നു കഴിഞ്ഞാൽ ബാക്ക് വാട്ടറിൽ കയാക്ക് ചെയ്യാം. പിന്നെ കോല ബീച്ച് ഉണ്ട്, അവിടെയും ബാക്ക് വാട്ടറിൽ കയാക്ക് ചെയ്യാം. ബാക്ക് വാട്ടറിൽ കയാക്ക് ചെയ്യാൻ പ്രശ്നം എന്ന് കഴിഞ്ഞാൽ കൂട്ടിയിടിക്കും. പക്ഷെ ഏറ്റവും അഡ്വഞ്ചർ എൻ്റെ അഭിപ്രായത്തിൽ പാലോലത്തിൽ ബീച്ചിലാണ്. അതും ആഴുള്ള ഏരിയ ആണ്. ഇവിടെ ഇങ്ങനെ ബീച്ച് ഇരുന്ന് കാണാം. നല്ല രസമുണ്ട് കേട്ടോ ബീച്ച് കാണാൻ. എല്ലാവർക്കും നമസ്കാരം. ഡിഫി വ്ളോഗ്സ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ സൗത്തേൺ ഗോവയിലാണുള്ളത്. ഇപ്പോൾ ഒരു ബീച്ചിലേക്ക് പോവാണ്. ആ ബീച്ച് ഹിഡൻ ഡെസ്റ്റിനേഷനാണ്. അധികം ആൾക്കാരൊന്നും പോയിട്ടില്ല, ഞാനും പോയിട്ടില്ല, അതായിട്ട് പോണേ. നിങ്ങൾ സദേൺ ഗോവയിൽ വല്ല സ്റ്റേ നോക്കുന്നുണ്ടെങ്കിൽ റൗണ്ട് ക്യൂബ് എന്ന് പറഞ്ഞ ഹോട്ടലുണ്ട്. കുഴപ്പമൊന്നുമില്ല. 1100 രൂപ 1000 രൂപയ്ക്ക് AC റൂം കിട്ടും. പെയ്ഡ് പ്രൊമോഷൻ എന്നല്ല, സജഷൻ പറഞ്ഞാണ്. നിങ്ങൾക്ക് ഏത് ഹോട്ടൽ വേണമെങ്കിൽ എടുക്കാം. ഇത് കുഴപ്പമില്ലാത്ത റൂമാണ്. കുഴപ്പമില്ലാത്ത അത്യാവശ്യം നല്ല റൂം തന്നെയാണ്. AC, നല്ല വാഷ്റൂം. തൊട്ടടുത്താണ് പാലോലം ബീച്ച്. പാലോലം ബീച്ചിൻ്റെ സൈഡാണ്. ഇവിടെ നിറച്ച് ഷോപ്പും കാര്യങ്ങളാണ്. നല്ല ടൂറിസ്റ്റ് ഏരിയ തന്നെയാണ് കേട്ടോ. കണ്ട ഈ സൈഡിലേക്ക് അടിപൊളി ഷോപ്പുകളും കാര്യങ്ങളുണ്ട്. പക്ഷേ ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യേണ്ട, നല്ല റേറ്റാണ്. നിങ്ങൾ നോർത്ത് പോവുകയാണെങ്കിൽ മപ്സ മാർക്കറ്റ് ഉണ്ട്, അല്ലെങ്കിൽ മഡ്ഗോണിൽ നിന്ന് പർച്ചേസ് ചെയ്താൽ മതി. ഈ പാലോലത്തിൽ താമസിച്ചു കഴിഞ്ഞാലേ നമ്മൾക്ക് ബൈക്ക് പോകാന്നുള്ള ദൂരമുള്ളൂ. ബട്ടർഫ്ലൈ ബീച്ച്, അഗ്വാണ്ട ബീച്ച്, ബോഡരാമ ബീച്ച്, കക്കോലം ബീച്ച്, ഇതൊക്കെയും വരുന്നത് അടിപൊളി റൂട്ടാണ് കേട്ടോ. നല്ല രസം ഓടിക്കാൻ, ഗംഭീരം. റോഡൊക്കെ നല്ല റോഡുകളാണ് കേട്ടോ. നമ്മൾ പോകുന്ന വഴി ഭക്ഷണം കഴിച്ചു. ഗോവൻ മസാല എന്ന് പറഞ്ഞ ഒരു കടയുണ്ടായിരുന്നു. നല്ല ഫുഡായിരുന്നു കേട്ടോ. നമുക്ക് ബട്ടർഫ്ലൈ ബീച്ച് പോലെ തന്നെ ഒരു ഓഫ് റോഡ് കിട്ടിയിട്ടുണ്ട്. ഞാനല്ലേ ഹെൽമെറ്റിൽ ക്യാമറ ഫിക്സ് ചെയ്തില്ല. ഞാൻ നിലത്ത് കിടക്കും ഇങ്ങനെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ. അങ്ങനെ കക്കോലം ബീച്ചിലെത്തിയിട്ടുണ്ട്. ഇവിടെ കയറുമ്പോൾ തന്നെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. 2 സ്ഥലത്തു നിന്നും. അവിടെ ഒരു ആൻറ്റി ഉണ്ട്, അവിടെയും 50 രൂപ കൊടുക്കണം. ഒന്നില്ലെങ്കിൽ അവിടെ കൊടുക്കുക, അല്ലെങ്കിൽ ഇവിടെ 50 രൂപ കൊടുക്കണം പെർ ഹെഡ്. നമുക്കിവിടെ എൻട്രി ചെയ്യാം കേട്ടോ. കക്കോലം ബീച്ച് ഇതെല്ലാം പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെന്നാണ് പറയുന്നത്. സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ പാടില്ല, പക്ഷെ രസമാണ്. മെഹനു എന്നെ ഇവിടെ ഇരുന്ന് ബീച്ചാണ് എന്ത് രസമാണെന്നറിയോ. ഈ കക്കോലം ബീച്ചിന് ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ ഒരു വാട്ടർഫാൾ ഉണ്ട്. പക്ഷെ ഇപ്പം ആ വാട്ടർഫാളിൽ വെള്ളമില്ല, കാരണം ചൂടുകാലാണ്. മഴക്കാലത്താണ് അവിടെ വെള്ളമുള്ളതിനാണ് പറഞ്ഞത്. ഇത് അത്രയ്ക്കും പ്രശ്നമില്ലാത്തൊരു ട്രക്കിംഗ് ആണ് കേട്ടോ. കാരണം സ്റ്റെപ്പാണ് പണിത് വെച്ചേക്കണേ. വഴിക്ക് വീഴോ കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ആൾക്കാർ കയറി വരുന്നുണ്ട് കുളിച്ച് കഴിഞ്ഞിട്ട്. പെർ പേഴ്സൺ 50 രൂപയാണ്. പക്ഷേ നഷ്ടമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അടിയിലേക്ക് ഇറങ്ങാനുള്ള റൂട്ട് നല്ല രീതിയിൽ അവർ നല്ല അടിപൊളിയായിട്ട് പണിത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ മെഹനുവിൻ്റെ ബാഗെല്ലാം ഞാൻ എടുത്ത് ചുമക്കാണ്. ഇത്ര നേരം മെഹന് ചുമക്കാണ്. കാരണം ഇതിൽ ഡ്രോണും പിന്നെ ബാഗിൽ ഡ്രസ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ എഴുതിയിട്ടുണ്ട് വേ ടു ബീച്ച്. പിന്നെ ഇവിടെ എല്ലാ സ്ഥലത്തും എഴുതിയിട്ടുണ്ട് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, ക്ലീൻ ആക്കി വെക്കണം എന്ന് പറയണേ. അടിയിലൊരു കഫേ ഉണ്ട് കേട്ടോ. ഇവിടുന്ന് താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങാം. ഇതാണ് ബീച്ച്. അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. അധികം ആൾക്കാർ കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ആൾക്കാരൊന്നുമില്ല. ഇല്ലേ, ആൾക്കാർ കുറവാണ്. ഒന്നില്ലാതെ കുറവാണെന്ന് ഉദ്ദേശിക്കുക. എന്താടാ, ഞാൻ ഇറങ്ങുന്നില്ല ബീച്ചിൽ. കാരണം തീരെ ഭയങ്കര സ്ട്രോങ് ആണ്. നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാനുള്ളതാണ്. ബീച്ചിൻ്റെ ഈ സൈഡിൽ കൂടെ ഇങ്ങനെ നടക്കാട്ടോ. നല്ലൊരു വ്യൂ കാണാൻ വേണ്ടി. ഇപ്പുറത്ത് ഒരു ചെറിയൊരു ഏരിയ ഉണ്ട്, ആൾക്കാരുണ്ട്. ഇവിടെ കുളിക്കാം. അങ്ങനെ ഫൈനലി നമ്മളവിടെ നടന്ന് ഒരു ചെറിയൊരു ഏരിയയിലെത്തിയിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ബീച്ചിരുന്ന് കാണാം. നല്ല രസമുണ്ട് കേട്ടോ ബീച്ച് കാണാൻ. അങ്ങനെ നമ്മൾ ബീച്ചിൽ നിന്ന് തിരിച്ചു കയറി മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു. കുഴപ്പമൊന്നുമില്ല, നല്ല ബീച്ചാണ് കേട്ടോ.
അങ്ങനെ നമ്മൾ കാബോ ഡെ രാമ എത്തിയിട്ടുണ്ട്. അടിപൊളി ബീച്ചാണ് കേട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങൾ ഭാഗം സ്കിപ്പ് ചെയ്തിട്ട് സദേൺ സൈഡിലേക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ടത്. അടിപൊളിയാണ്, കാരണം പീസ്ഫുള്ളാണ്, ആൾക്കാരില്ല, ഗ്രാമപ്രദേശം അടിപൊളി, ഒന്നും പറയാനില്ല. ഇവിടെയും നല്ല സ്റ്റെപ്പുകളുണ്ട്, എല്ലാം നടന്ന് താഴത്തേക്ക് ഇറങ്ങാം. അപ്പം നമ്മൾ കയാക്കിങ് ചെയ്യാനുള്ള പ്ലാനാണ്. നമ്മൾ രാവിലെ നമ്മൾ താമസിച്ചിരുന്ന പാലോലം ബീച്ചിൽ കയാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് കണ്ടിട്ട് പോവാ. അപ്പം നമ്മളുള്ളത് പാലോലം ബീച്ചിൻ്റെ അവിടെയാണ്, സൗത്ത് ഗോവയിലാണ്. പാലോലം ബീച്ച് ഇപ്പം നല്ല രീതിയിൽ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്നു. പാലോലം ബീച്ചിൽ നിന്ന് ഗൂഗിളിൽ ചെയ്ത് വന്നാൽ മതി, കൃത്യം പാലോലം ബീച്ചിലേക്ക് എത്തിക്കും. കുളിക്കാനും ഒരു ഗംഭീരാണ്. കാരണം എന്ന് വെച്ചാൽ വേവ്സ് ഉണ്ടെന്ന് വെച്ചാൽ വേവ്സ് ഉണ്ട്, പക്ഷേ ഡേഞ്ചറസ് വേവ്സ് അല്ല. നമുക്ക് നല്ല രീതിയിൽ നീന്താം. ഞാൻ ആഴമില്ലാത്ത സ്ഥലത്തേക്ക് വരെ നീന്തിപ്പോയി കടലിൽ ഇന്നലെ. അതുകൊണ്ടാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നീന്താൻ അത്യാവശ്യത്തിന് അറിയാവുന്നവർക്കും നല്ല രീതിയിൽ പറ്റിയ ഒരു ബീച്ച് തന്നെയാണ്. ഈ പുള്ളിയായിരുന്നു വഴിക്ക് വെച്ച് കണ്ടേ. പുള്ളി മാന്യനാണ് തോന്നുന്നു, കാരണം ഞങ്ങൾ ഇന്നലെ റേറ്റ് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. 200 രൂപയ്ക്ക് കൂടുതൽ കൊടുക്കരുത് പെർ പേഴ്സൺ. ബാർഗെയിൻ ചെയ്ത് ഇനിയും കിട്ടുമായിരിക്കും, പക്ഷെ എല്ലാവരും 600-500 ഒക്കെയാണ് പറയണേ. അപ്പോൾ അതേ ഇവിടെ നമ്മുടെ കയാക്കിങ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഈ പുള്ളിയുടെ ലോക്കറാണെന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമ്മുടെ ലഗേജ് വെച്ച് പൂട്ടാം. എൻ്റെ ഡ്രോൺ കാര്യങ്ങളെല്ലാം ഇവിടെ വെച്ചു, സൺസ്ക്രീനും നമ്മുടെ ബാഗും കാര്യങ്ങളെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ലൈഫ് ജാക്കറ്റ് കാര്യങ്ങളെല്ലാം ഇടാണ്. നമ്മുടെ കയ്യിൽ മൊബൈൽ വല്ലതുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു ബാഗ് തരും. ഇതിൽ ഇടാം, ഇങ്ങനെ എയർ ടൈറ്റായി കെട്ടാം, കാരണം മുങ്ങിപ്പോകും. അതിൽ കണ്ടിട്ട് ഇങ്ങനെ ഇടാം. അത് നമുക്ക് കയാക്കിലും ആള് നമുക്കൊരു ട്രെയിനിങ് എടുത്തുകൊണ്ടിരിക്കുക. ഓക്കെ, ലെഫ്റ്റ് 1 മണിക്കൂർ. ഒരാൾക്ക് പർപ്പസ് 200 മൊത്തത്തിൽ 400. കയാക്ക് ഉന്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കയാക്ക് ഇവിടെ വെക്കുകയാണ്. ഇവിടെ മെഹന് കയറിയിരുന്നു. ഇപ്പോൾ നമ്മുടെ ക്യാമറ ബാഗിൻ്റെ ഉള്ളിൽ വെക്കാൻ പറഞ്ഞു, കാരണം വേവ്സ് കാരണം കൊണ്ട് നമ്മൾ വീഴാൻ ചാൻസ് ഉണ്ട്. നമ്മളങ്ങനെ കടലിൽ തുഴയാണ്. തീരെ കഴിഞ്ഞപ്പോൾ ഒരു പ്ലെയിൻ, ഒരു റിവർ പോലെ തന്നെയാണ്. പുള്ളി നല്ലൊരു മനുഷ്യനാട്ടോ. പുള്ളി 400 രൂപ പറഞ്ഞു, 200 രൂപ വാങ്ങിച്ചോളൂ, കാരണം നിങ്ങൾ ഒരു 10 മിനിറ്റല്ലേ ചെയ്തിട്ടുള്ളൂ. വൈകുന്നേരം 400 രൂപയ്ക്ക് ചെയ്ത് 1 മണിക്കൂർ നിങ്ങൾ കറങ്ങിക്കോ. അപ്പോൾ നല്ല വെയിലാണ്, വെയിൽ തൊട്ടും പറ്റുള്ള. എൻ്റെ പൊന്നെ തല കടന്ന് വരിക. കണ്ടില്ലേ, നമുക്ക് അധികമൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല, കാരണം രാവിലെ ആയതുകൊണ്ട് വെയിൽ തലക്കടിച്ചിട്ട് എനിക്ക് തലവേദന വന്നു. അപ്പോൾ തന്നെ കയറി ഒരു 10 മിനിറ്റ്സ് മാത്രം പോയുള്ളൂ. പക്ഷേ ഈവനിങ് അടിപൊളിയാണ്, കാരണം ഞാൻ അതിൻ്റെ തലേ ദിവസം ഈവനിങ് ഞാൻ കണ്ടിരുന്നു. വെയിലൊന്നുമില്ല, സൺസെറ്റിൻ്റെ സമയത്ത് അടിപൊളിയായിരുന്നു. ഇപ്പം നമുക്ക് കാബോ ഡെ രാമയിൽ ബാക്ക് വാട്ടേഴ്സിൽ കയാക്ക് ചെയ്യാം. എനിക്ക് ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ നിറച്ചും കയാക്കും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. ഇവിടെ എന്ന് പറഞ്ഞാൽ 500 രൂപയുള്ളൂ കേട്ടോ ഒരു ബോട്ടിന്, 2 പേർക്ക് 1000 രൂപ പറയും. ലഗേജായിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ തന്നെ വയ്ക്കാൻ പറ്റും. ഇവിടെ ലഗേജ് സാധനങ്ങൾ വയ്ക്കാം, എന്നിട്ട് ഇവരെന്നെ സ്റ്റോർ ചെയ്തോളും. ഓക്കെ, അങ്ങനെ ഓക്കെ മാഡം. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ 500 മീറ്റർ ഉള്ളിലേക്കൊരു ബാക്ക് വാട്ടർ ഉണ്ട്, അതിലാണ് കയാക്ക് ചെയ്യണേ. രസമാണ്, പക്ഷെ കുറച്ചുകൂടി അടിപൊളി എനിക്ക് തോന്നുന്നു കടലിലാണ്. കടലിൽ ചൂടില്ലാത്ത സമയത്ത് വൈകുന്നേരം അടിപൊളിയായിരിക്കും. എന്നാലും രണ്ടും എക്സ്പീരിയൻസ് ചെയ്യാൻ കൂടിയാണ് വന്നത്. സദേൺ ഏരിയയിലാണ് കയാക്കിങ് ഏറ്റവും കൂടുതലുള്ളത്. പാലോലത്തിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബീച്ചിൽ കയാക്ക് ചെയ്യാം. കാബോ ഡെ രാമയിൽ വന്നു കഴിഞ്ഞാൽ ബാക്ക് വാട്ടറിൽ കയാക്ക് ചെയ്യാം. പിന്നെ കോല ബീച്ച് ഉണ്ട്, അവിടെയും ബാക്ക് വാട്ടറിൽ കയാക്ക് ചെയ്യാം. ഇതിൻ്റെ ഏറ്റവും പ്രശ്നം ബാക്ക് വാട്ടറിൽ കയാക്ക് ചെയ്യുന്ന പ്രശ്നം എന്ന് കഴിഞ്ഞാൽ കൂട്ടിടിക്കും. പക്ഷെ ഏറ്റവും അഡ്വഞ്ചർ എൻ്റെ അഭിപ്രായത്തിൽ പാലോലത്തിൽ ബീച്ചിലാണ്. അതും ആഴമുള്ള ഏരിയയാണ്. ബീച്ചിൻ്റെ 1 കിലോമീറ്ററെങ്കിലും നമുക്ക് പോകാൻ പറ്റുള്ളിലേക്ക്. രസമാണ്. അപ്പോൾ എല്ലാവരും അത് എക്സ്പ്ലോർ ചെയ്യാൻ നോക്കാം. അവിടെ റേറ്റ് എന്ന് പറയുന്നത് 2 പേർക്കും കൂടി 400 രൂപയുള്ളൂ. ഇവിടെ 500 രൂപയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.